ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നു. പ്രകോപനമുണ്ടായാൽ ശക്തമായ തിരിച്ചടിയെന്ന് US പ്രസിഡന്റ്. പൌരന്മാർക്കായി സുരക്ഷാ നിർദ്ദേശം പുറപ്പെടുവിച്ച് ഇന്ത്യൻ എംബസികൾ. ഇന്ത്യയുടെ യോഗയും സംഗീതവും അതിർത്തികൾക്കതീതമായി ലോകരാഷ്ട്രങ്ങളെ ബന്ധിപ്പിക്കുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. തൃശൂരിൽ ചേതന ഗാനാശ്രമത്തിന് ഉപരാഷ്ട്രപതി തറക്കല്ലിട്ടു. രാജ്യമെമ്പാടും ഏറ്റവും മികച്ച അടിസ്ഥാന സൌകര്യമൊരുക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രത്യേക പ്രാധാന്യം നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുതുച്ചേരിയിൽ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള മാതൃകാ ടൌൺഷിപ്പ് ഒന്നാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. T20 ലോകകപ്പ് ക്രിക്കറ്റ് സൂപ്പർ 8 പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് വെസ്റ്റ് ഇൻഡീസിനെ നേരിടും. വാർത്തകൾ വിശദമായി. അമേരിക്ക ഇസ്രയേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് അയതൊള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. രാജ്യത്തെ തിരിച്ചുപിടിക്കാൻ ഇറാനിയൻ ജനതയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ അവസരമാണിതെന്നും ട്രംപ് വ്യക്തമാക്കി. എന്നാൽ ഇറാന്റെ ഭാഗത്തുനിന്നും എന്തെങ്കിലും പ്രകോപനം ഉണ്ടായാൽ അതിശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പരമോന്നത നേതാവിന്റെ മരണത്തിന് തങ്ങൾ ശക്തമായ മറുപടി നൽകുമെന്ന ഇറാനിയൻ നേതൃത്വത്തിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം. അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന സംയുക്ത ആക്രമണത്തിൽ നിലവിൽ 210 പേരോളം കൊല്ലപ്പെട്ടതായും 700-ലധികം പേർക്ക് പരിക്കേറ്റതായുമാണ് റിപ്പോർട്ട്. അബുദാബി, ബഹ്റൈൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിലും ആക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഇന്ത്യൻ എംബസികൾ പൌരന്മാർക്കായി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. അടിയന്തര ഘട്ടങ്ങളിൽ ബന്ധപ്പെടുന്നതിനായി ഹെൽപ്പ് ലൈൻ നമ്പറുകളും ഇമെയിൽ ഐഡികളും സജ്ജമാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്. ഇസ്രയേലിലുള്ള ഇന്ത്യൻ പൌരന്മാർ സമയബന്ധിതമായ സഹായവും ആശയവിനിമയം സാധ്യമാക്കുന്നതിന് ഇൻഡ് എംബസി israel.gov.in എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ഇസ്രയേലിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയം ആവശ്യപ്പെട്ടു. ഇറാനിലെ ഇന്ത്യൻ പൌരന്മാർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിയും നിർദ്ദേശിച്ചു. UAE, സൌദി അറേബ്യ, ഖത്തർ, സിറിയ, ബാഗ്ദാദ്, പലസ്തീൻ, കുവൈറ്റ്, ബഹ്റൈൻ, ജോർദാൻ എന്നിവിടങ്ങളിലെ എംബസികളും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഇസ്രയേലിലെ ഇന്ത്യൻ എംബസിയെ +9725475207111 +97254242837 എന്നീ നമ്പറുകളിലോ cons1.telaviv@mea.gov.in എന്ന ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടാവുന്നതാണ്. ടെഹ്റാനിൽ സഹായം ആവശ്യമുള്ളവർ +9891281091115 +9891281091109 +989128109102 എന്നീ നമ്പറുകൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അബുദാബിയിലെ ഇന്ത്യൻ എംബസി സേവനങ്ങൾ 800463442 എന്ന ടോൾ ഫ്രീ നമ്പറിലോ +971543090571 എന്ന വാട്സ്ആപ്പ് നമ്പർ മുഖേനയോ തേടാവുന്നതാണ്. റിയാദിലെ ഇന്ത്യൻ എംബസിയുടെ സേവനം 8002471234 എന്ന ടോൾ ഫ്രീ നമ്പറിലും ലഭ്യമാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇറാനിലും ഗൾഫ് മേഖലയിലുമുണ്ടായ സംഭവ വികാസങ്ങളിൽ ഇന്ത്യ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചു. രാജ്യങ്ങൾ സംയമനം പാലിക്കാനും സാധാരണക്കാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകാനും അഭ്യർത്ഥിച്ചു. സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനും അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ചർച്ചയും നയതന്ത്രവും പിന്തുടരണമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഇറാൻ ഇസ്രായേൽ സംഘർഷം ഉടൻ അവസാനിപ്പിക്കണമെന്നും വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ട് ചൈന. ആക്രമണങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ചർച്ചകൾ പുനരാരംഭിക്കണമെന്നും നിർദ്ദേശിച്ചു. ഇറാന്റെ പരമാധികാരം, സുരക്ഷ, പ്രാദേശിക സമഗ്രത എന്നിവയെ മാനിക്കണമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇന്ത്യയിൽ നിലവിൽ കഴിയുന്ന വിദേശ പൌരന്മാർക്ക് വിസ കാലയളവ് നീട്ടൽ അടക്കമുള്ള സേവനങ്ങൾക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി വിദേശകാര്യ മന്ത്രാലയം. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്താണ് നടപടി. സഹായം ആവശ്യമായവർക്ക് തൊട്ടടുത്തുള്ള ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ് സന്ദർശിക്കാമെന്ന് നിർദ്ദേശങ്ങളിൽ പറയുന്നു. ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ വെബ്സൈറ്റിലും സേവനം ലഭ്യമാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യത്തിൽ ഇന്ന് 444 വിമാന സർവീസുകൾ റദ്ദാക്കാൻ സാധ്യതയെന്ന് വ്യോമയാന മന്ത്രാലയം. പശ്ചിമേഷ്യൻ മേഖലയിലേക്കുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചതായി എയർ ഇന്ത്യ അറിയിച്ചു. വിമാനങ്ങളുടെ തൽസ്ഥിതി എയർ ഇന്ത്യയുടെ വെബ്സൈറ്റിൽ പരിശോധിക്കാനാകും. തിരുവനന്തപുരം, കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള മുഴുവൻ വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. സംഘർഷ സാഹചര്യത്തിൽ പ്രവാസി മലയാളികൾക്കായി നോർക്ക റൂട്ട്സ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു.
സഹായം ആവശ്യമുള്ളവർക്ക് 918802012345 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇന്ത്യയിൽ നിന്നും 1800-425-3939 എന്ന ടോൾ ഫ്രീ നമ്പറിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ കേരള സന്ദർശനം തുടരുന്നു. തൃശൂരിൽ ഇന്ന് പരിസ്ഥിതി സൌഹൃദ സംഗീത ക്യാമ്പസായ ചേതന ഗാനാശ്രമത്തിന്റെ ശിലാസ്ഥാപനം അദ്ദേഹം നിർവഹിച്ചു. ഇന്ത്യയുടെ യോഗയും സംഗീതവും രാഷ്ട്രീയത്തിനും അതിർത്തികൾക്കും അതീതമായാണ് ലോകരാഷ്ട്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. Today, yoga has become a symbol of India's soft power, acting as a bridge connecting nations beyond politics and boundaries. This great music reflects India's ancient philosophy of Vasudhaiva Kudumbakam, the world is one family. The central government has also created several vibrant platforms for the exchange of musical traditions across regions, truly embodying the spirit of unity in diversity. രാവിലെ കുട്ടനല്ലൂർ C. അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജ് ഹെലിപ്പാഡിലെത്തിയ ഉപരാഷ്ട്രപതിയെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു എന്നിവർ ചേർന്നാണ് സ്വീകരിച്ചത്. പുതുച്ചേരിയിൽ 2700 കോടി രൂപയിലധികം വിലമതിക്കുന്ന വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. രാജ്യമെമ്പാടും ഏറ്റവും മികച്ച അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ പ്രത്യേക പ്രാധാന്യം നൽകി വരുന്നതായി അദ്ദേഹം പറഞ്ഞു. ഈ വർഷത്തെ ബജറ്റിൽ 12 ലക്ഷം കോടി രൂപയാണ് അടിസ്ഥാന സൌകര്യ വികസനത്തിനായി മാറ്റിവച്ചിരിക്കുന്നതെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ശ്രീ അരബിന്ദോയുടെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ആഗോള ആത്മീയ മഹോത്സവവും ശ്രീ മോദി ഉദ്ഘാടനം ചെയ്തു. പുതുച്ചേരിയിലെ പരിപാടിക്ക് ശേഷം പ്രധാനമന്ത്രി തമിഴ്നാട്ടിലെ മധുരയിലേക്ക് പോകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. വയനാട് പുനരധിവാസത്തിന്റെ ഭാഗമായി ബാക്കിയുള്ള വീടുകളും ഏതാനും മാസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കി കൈമാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാവരുടെയും ഭാഗത്തുനിന്നും നല്ല സഹകരണവും പിന്തുണയും സർക്കാരിന് ലഭിച്ചതായും അദ്ദേഹം പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിന് കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഒരുക്കിയ മാതൃകാ ടൌൺഷിപ്പിന്റെ 1ാം ഘട്ട ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 178 വീടുകളാണ് ആദ്യഘട്ടത്തിൽ കൈമാറുന്നത്. നല്ല സഹകരണം, നല്ല പിന്തുണ എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടായി. 178 വീടുകൾ നമുക്ക് കൈമാറാവുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു. ബാക്കിയുള്ള ഗുണഭോക്താക്കൾക്കും ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ വീട് കൈമാറുന്നതായിരിക്കും. അവരുടെ വീടുകളുടെ പണിയും അന്തിമഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. അടുത്ത മഴക്കാലത്തിന് മുൻപ് മുഴുവൻ ദുരന്തബാധിതർക്കും സ്വന്തം ഭൂമിയും വീടും നൽകി പുനരധിവസിപ്പിക്കുന്നതിനുള്ള കർമ്മ പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. സംസ്ഥാനത്ത് ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായിട്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബന്ധപ്പെട്ട ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് പേര് ചേർക്കാൻ അവസരമുള്ളത്. T20 ലോകകപ്പ് ക്രിക്കറ്റ് സൂപ്പർ 8 പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് വെസ്റ്റ് ഇൻഡീസിനെ നേരിടും. വൈകിട്ട് 7 മണിക്ക് കൊൽക്കത്തയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ശ്രീലങ്കയോട് പരാജയപ്പെട്ട് പാകിസ്ഥാൻ ലോകകപ്പിൽ നിന്ന് പുറത്തായി. ഇതോടെ 3 പോയിന്റുമായി ന്യൂസിലൻഡ് സെമിയിലെത്തി. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. മറ്റന്നാൾ വരെ വാഹന പാർക്കിംഗ് കർശനമായി നിയന്ത്രിക്കും. പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ കാരണം പൌർഹൌസ് റോഡ് വശം പൂർണ്ണമായി അടച്ചു. യാത്രക്കാർ തമ്പാനൂർ ഭാഗത്തുള്ള പ്രവേശന കവാടങ്ങൾ ഉപയോഗിക്കണം. തീർത്ഥാടകരുടെ സൌകര്യാർത്ഥം കൊല്ലം ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ 1 മുതൽ 4 വരെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്നും നാഗർകോവിൽ ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ പ്ലാറ്റ്ഫോം 5-ൽ നിന്നും പുറപ്പെടും. ഹോളി ഉത്സവ സീസൺ കണക്കിലെടുത്ത് ന്യൂഡൽഹി ആനന്ദ് വിഹാർ ടെർമിനൽ റെയിൽവേ സ്റ്റേഷനുകളിലെ പ്രത്യേക സൌകര്യങ്ങൾ നോർത്തേൺ റെയിൽവേ ജനറൽ മാനേജർ രാജേഷ് കുമാർ പാണ്ഡെ വിലയിരുത്തി. റെയിൽവേ സുരക്ഷാ സേന ഉദ്യോഗസ്ഥരുമായും സ്റ്റേഷൻ ജീവനക്കാരുമായും യാത്രക്കാരുമായും അദ്ദേഹം നേരിട്ട് സംവദിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നു. പ്രകോപനമുണ്ടായാൽ ശക്തമായ തിരിച്ചടിയെന്ന് US പ്രസിഡന്റ്. പൌരന്മാർക്കായി സുരക്ഷാ നിർദ്ദേശം പുറപ്പെടുവിച്ച് ഇന്ത്യൻ എംബസികൾ. ഇന്ത്യയുടെ യോഗയും സംഗീതവും അതിർത്തികൾക്കതീതമായി ലോകരാഷ്ട്രങ്ങളെ ബന്ധിപ്പിക്കുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. തൃശൂരിൽ ചേതന ഗാനാശ്രമത്തിന് ഉപരാഷ്ട്രപതി തറക്കല്ലിട്ടു. രാജ്യമെമ്പാടും ഏറ്റവും മികച്ച അടിസ്ഥാന സൌകര്യം ഒരുക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രത്യേക പ്രാധാന്യം നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി.
പുതുച്ചേരിയിൽ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള മാതൃകാ ടൌൺഷിപ്പ് 1ാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. T20 ലോകകപ്പ് ക്രിക്കറ്റ് സൂപ്പർ 8 പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് വെസ്റ്റ് ഇൻഡീസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.